ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ. അപ്പോൾ ഇവിടെ സമയം ഏകദേശം 8 മണി രാത്രി ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു 4 മണിയൊക്കെ ആയ ഒരു ഫീലിങ്സാണ് ഇപ്പോൾ ഇവിടെ. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാ ട്രീയിൽ നിറച്ച ഇലകളും പൂക്കളും ഒക്കെ വന്ന് ഇതിവിടുത്തെ ഒരു കനാലാണ് കേട്ടോ. യു കെയിലെ കനാലുകൾ ഭയങ്കര ഫേമസ് ആണ്. ഇത് മാൻമെയ്ഡ് കനാലാണ്, അതായത് ഇവർ പണിത് ഉണ്ടാക്കിയൊരു കനാലാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ കാണാം. ഇതിനകത്ത് പല ബോട്ടുകളും ഓരോരുത്തരുടെ വീടൊക്കെ ആയിരിക്കും കേട്ടോ, നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് പോലെ. പക്ഷെ അവർക്ക് വേറെ പ്രോപ്പർട്ടിയോ വീടൊന്നും കാണത്തില്ല, ബോട്ടിലായിരിക്കും അവർ താമസിക്കുന്നത്. നമുക്ക് ക്രൂയിസിൽ ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ബോട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഒരു റൈഡ് ബുക്ക് ചെയ്ത് പോകാം. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആദ്യം കാണിച്ച് ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ കാണുന്ന ഒരു പബ്ബാണ്. പിന്നെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ താമസിക്കുന്ന ആളുകൾ ഉണ്ടെന്ന്, ബോട്ട് വീടാക്കി താമസിക്കുന്നത്, അവർ വന്ന് ഇവിടെ ബോട്ട് നിർത്തിയിട്ട് അവർ സാധനങ്ങളൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഒരു നൈറ്റോ ഇവിടെ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ഡേ അടുത്ത സ്ഥലത്തോട്ട് ബോട്ടിൽ പോകും. അങ്ങനെ ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് സെൻറ്റർ എടുക്കാറായി. ഇതാണ് പബ്ബ്. ഇവിടെ നല്ല പബ്ബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫുഡും കിട്ടും കേട്ടോ. ഇംഗ്ലീഷ് ഫുഡും വൈനും ബിയറും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇവിടുത്തെ ഈവനിങ് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് എപ്പോഴും. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെയാണെങ്കിൽ നല്ല വെയിലാണ്, നമ്മുടെ നാട്ടിലെ പോലെ വെയിൽ. എന്നാൽ അത്രയ്ക്ക് നമുക്ക് ചൂട് തോന്നത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് നേരം സൺസ്ക്രീനൊന്നും ഇല്ലാണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പടി കറുത്ത് ടാണടിച്ച് പോകും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും. നമുക്ക് പക്ഷെ ചൂടങ്ങനെ ഫീൽ ചെയ്യത്തുമില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഷോപ്പിംഗ് മാളിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഷോപ്പിംഗ് മാളല്ല, ഷോപ്പിംഗ് മാർക്കറ്റ്. ഞാൻ എപ്പോൾ വന്നാലും നോക്കുന്ന ഒരു സെക്ഷനായിട്ട് എൻ്റെ ഫേവറേറ്റ് സൈഡാണ്. ഈ കടയിൽ ഫ്ലവേഴ്സൊക്കെ അത്ര വലിയ വിലയില്ല കേട്ടോ, മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കളക്ഷനും ഉണ്ട്. ഒരു ചെറിയ ബാസ്ക്കറ്റ് എടുക്കാം. ഇവിടെയാണ് ഓഫറുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. മാമ്പഴത്തിനൊക്കെ ഒരു അൽഫോൺസ മാമ്പഴമാണെന്ന് തോന്നുന്നത്.
ഏകദേശം 69 പെൻസാണ് ഓഫറിൽ വന്നേക്കണേ. പ്രീ കുക്ക്ഡ് മീൽസ്, റെഡി ടു ഈറ്റ് മീൽസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഞാൻ കുറച്ച് ഗ്രേപ്സ് വാങ്ങിക്കുന്നുണ്ട്. ഏകദേശം 190 രൂപ അടുത്താണ് നാട്ടിലിൻ്റെ വില. ഇവിടെയെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ വിലയൊന്നുമില്ല ഇതിന്. നാട്ടിലൊക്കെ വില വെച്ച് നോക്കുമ്പോൾ പിന്നെ 1 കിലോ ആപ്പിളിന് 200 120 രൂപ അടുത്തൊക്കെ ഉള്ളൂ. എനിക്കൊന്ന് നാട്ടിൽ ഏകദേശം അവലേക്കാന്ന് തന്നെ തോന്നുന്നു. പിന്നെ പല ക്വാളിറ്റിയിലുള്ള ആപ്പിളുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പെൻസിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. മാക്സിമം 190 പൗണ്ട് അല്ലെങ്കിൽ 1.9 പൗണ്ട് അത്രയൊക്കെ ഉള്ളൂ. ചിക്കൻ വാങ്ങിക്കാനാണ് വന്നത്, പക്ഷെ ചിക്കൻ തീർന്നു പോയി. ചിക്കൻ അതിൻ്റെ ലെഗ് പീസായിരുന്നു വേണ്ടത്, അതാണ് തീർന്നു പോയത്. ഒരു റീഫിൽ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. ഇതെല്ലാം ബീഫ്, പോർക്ക് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ലാമ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ ചിക്കൻ്റെ സെക്ഷനിൽ ചിക്കൻ തൈസ് വന്നിട്ടില്ല. അപ്പോൾ അവരത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഏഷ്യൻ ഫുഡിൻ്റെ സൈഡിലോട്ട് വന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ജൽഫ്രസി കഴിച്ചിട്ടില്ല. ഞാനൊരു ഗോവൻ പ്രോൺസ് കറി വാങ്ങിച്ചായിരുന്നു പണ്ട് ഇവിടെ നിന്ന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെയൊക്കെ തേങ്ങ അരച്ച ചെമ്മീൻ കറിയുടെ ഒരു ടേസ്റ്റ്. പിന്നെ അത് കണ്ടിട്ടില്ല, ഒരു വട്ടം വാങ്ങിയിട്ടുള്ളൂ. ഇത് ഫ്രഷ് മീനാണ്, സീബാസാണ്. 4.59 ഇതിന് വില ഇട്ടേക്കുന്നത്, 2 എണ്ണത്തിന്. ചിക്കൻ്റെ തൈസ് കിട്ടിയില്ല. എൻ്റെ ഒരു ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചു. ഇനി ഇച്ചിരി വില കൂടുതലാണ്, എന്നാലും സാരില്ലാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചൈനീസ് ചിക്കൻ്റെ ഒരു എന്താണ് ചൈനീസ് ചിക്കൻ തൈസും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ സെൽഫ് ചെക്ക് ഔട്ട് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് കൗണ്ടറും ഉണ്ട്.
Please insert hash. ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. തിരിച്ച് പോകുന്ന വഴിയാണ്. ഇപ്പോൾ സമയം ഏകദേശം എന്തായി 8:30 ആയിട്ടുണ്ട്. 8:30ക്ക്. അപ്പോൾ ശരി എന്നാൽ ഇനി ഒരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.